ഇവനിതെങ്ങനെയാ ചെയ്തത്? ഇടിക്കവന്. ഇപ്പൊ പോട്ടെ. മാഗ്നെറ്റിക് പോൾ ഓൺ. മാഗ്നെറ്റിക് പോൾ ഓൺ. എന്തൊക്കെയായി സംഭവിക്കുന്നത്? ഇടിക്കവന്. ഈ പീക്കിരി ചെറുക്കന്റെ മുന്നിൽ തോൽവി സമ്മതിക്കാനൊന്നും എന്നെ കിട്ടില്ല. ഇനിയെങ്കിലും ഞാൻ പൊക്കോട്ടെ. ജിൻഡു അവരൊക്കെ കാട്ടിൽ കയറി ഒളിച്ചു. അവരൊക്കെ വേഗം എവിടെയാ ഒളിച്ചെന്നുള്ള കണ്ടുപിടിക്ക്. ഇതെന്താ? അവര് കുറച്ച് മരങ്ങളെ മുറിക്കാറുള്ളായിരുന്നു. നീ ഈ കാട് മുഴുവൻ അപ്രത്യക്ഷമാക്കിയല്ലോ. ജിൻഡു എല്ലാം പഴയ പോലെ ആക്ക്. അവരെ ഞാൻ കണ്ടു കഴിഞ്ഞു. ദേ നോക്ക്. ഇവൻ ഏതോ മാന്ത്രികനാണല്ലോ. ഞങ്ങളോട് ക്ഷമിക്കൂ, ഞങ്ങളോട് ക്ഷമിക്കൂ. ഇനി ഞങ്ങൾ ഈ കാട്ടിൽ നിന്നല്ല, ഞങ്ങളുടെ സ്വന്തം വീട്ടിൽ നിന്ന് പോലും മരം മുറിക്കില്ല. സത്യമായിട്ടും. ശരി, എങ്കിൽ പെട്ടെന്ന് നിങ്ങളുടെ സാധനമൊക്കെ എടുത്ത് വീട്ടിലേക്ക് പോ. വളരെയധികം നന്ദിയുണ്ട്. ഒരു പക്ഷേ എല്ലാ മനുഷ്യരും നിന്നെ പോലെ ഞങ്ങളെ പറ്റി ചിന്തിച്ചിരുന്നെങ്കിൽ വരൂ, ഞാൻ നിങ്ങളെ എന്റെ വീട് കാണിച്ചു തരാം. കാട്ടിലെ മറ്റു മൃഗങ്ങളെ പരിചയപ്പെടുത്തിയും തരാം. ഇവരെയെല്ലാം പേടിച്ച് അവര് ദൂരെ ഒരിടത്ത് ഒളിച്ചിരിക്കുകയാണ്. വരൂ, അവരൊക്കെ കാണാൻ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. അല്ല എന്റെ കുട്ടി മാന്ത്രിക, എന്റെ പൊന്നത്ഭുത ബാല, നീ ആരാണെന്ന് ഒന്ന് പറഞ്ഞിട്ട് പോടാ. കാണുമ്പോ ഞാൻ ചിലപ്പോ ഒരു ചെറിയ പയ്യനായിരിക്കും. എന്റെ പേര് വീറെന്നാ. സൈക്കിള് തന്നില്ലെങ്കിൽ നീ എന്നെ എന്ത് ചെയ്യും? നീ സൈക്കിൾ തരുന്നുണ്ടോ അതോ ഇല്ലയോ? എടുത്തോ എടുത്തോ എടുത്തോ. അതിനെന്തിനെങ്ങനെ അലറുന്നേ? ഇത് ആ ഇമ്ലി തന്നെ അല്ലേ? ഞാനിവിടെ ഉള്ളപ്പോ നിനക്ക് എന്റെ കൂട്ടുകാരനെ കൊണ്ടുപോകാൻ സാധിക്കില്ല. ഇന്ന് പിടിച്ചോ. ഞാനിത് എത്തിപ്പോയി. നീ ഇനി വിഷമിക്കണ്ട. ഈ ഡസ്റ്റ്ബിനെ നമുക്ക് ശരിക്കും ചപ്പും ചവറും എടുക്കുന്ന ഡസ്റ്റ്ബിനാക്കി മാറ്റാം. നിങ്ങളെ പോലത്തെ കൂട്ടുകാർ എല്ലാവർക്കും ഉണ്ടായിരിക്കണം. നിന്നെ പോലെ ഒരു കൂട്ടുകാരൻ എല്ലാവർക്കും ഉണ്ടാവണം. നിന്റെ പേര് പോലെ തന്നെ നീ ശരിക്കും ഒരു വീരനാണ്. എന്റെ വർഷങ്ങൾ നീണ്ട പരിശ്രമങ്ങൾക്ക് ഫലം കണ്ടിരിക്കുന്നു. എനിക്ക് തരൂ, എന്റെ റോബോട്ടിന് എനിക്ക് തരൂ. ഡസ്റ്റ്ബിൻ തരൂ, വേഗം തരൂ, തന്നോളൂ. അയ്യേ, ചീഞ്ഞ് നാറുന്ന. ഇംലി വേഗം ശരിയാക്ക്, അല്ലെങ്കിൽ പണി തരുന്നേ. അതളാ പിതളാ തവളാജി സ്റ്റാച്ചു.
എന്തൊരു ടേസ്റ്റാ ഇതിന്. നീ ഇവിടെ കഴിച്ചോണ്ടിരിക്കുവാണോ? അവിടെ ഒരു യുദ്ധം നടക്കുന്നുണ്ട്. ഞാനിവിടെ എന്ത് ചെയ്തോണ്ടിരിക്കുക? നേരത്തെ ഒരു സ്റ്റാച്ചു മാൻ വന്നില്ലേ, അയാൾ അവിടെ പോയി. എല്ലാ സമയത്തും ഒരേ ഡയലോഗ് തന്നെ പറയാതെ വേഗം എന്റെ കൂടെ വാ. ആത്തള പീത്തള തവളാച്ചി ചുക്കുമേരിക്കണ സ്റ്റാച്ചു. അയാള് സ്റ്റാച്ചു ആയി മാറി. ഇനിയെങ്കിലും നിനക്ക് ഇയാളെ ഗെയിമിലേക്ക് തിരിച്ചയക്കാൻ പറ്റുമോ? അകടം പകടം ആലം പാലം. ഇനി ഇയാളെ ഇവിടെ കാണാൻ പാടില്ല. ഏത് ഗെയിമിൽ നിന്നാണോ പുറത്തേക്ക് വന്നത് ആ ഗെയിമിലേക്ക് തന്നെ തിരിച്ചു പോകട്ടെ. ഇംലി, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ആ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആ, സ്റ്റാച്ചു മാൻ എവിടെ പോയി? പെട്ടെന്ന് ഇതെനിക്ക് എന്താ പറ്റിയത്? പണ്ടിടച്ച, നിങ്ങൾക്ക് ഇതെന്താ പറ്റിയത്? എന്താ മിണ്ടാത്തെ? എന്തെങ്കിലും ഒന്ന് പറയും പണ്ടിടച്ച. അല്ല, ബണ്ടിയുടെ അമ്മ എന്തിനാ ഇവിടെ നിന്ന് കരയുന്നത്? എന്താ പറ്റിയത്? അച്ഛൻ പഴയ പോലെയായി. അച്ഛൻ പഴയ പോലെയായി. അച്ഛൻ പഴയ പോലെയായി. അതൊരു രഹസ്യമാണ്. ആ രഹസ്യം പരസ്യമാകാതിരിക്കട്ടെ. അയാളെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. കുറച്ചു മുമ്പ് അവൻ എല്ലാവരും സ്റ്റാച്ചു ആക്കി മാറ്റിയതാണ്. അവൻ ആരാണ്, എവിടുന്നാണ് വന്നത്, എങ്ങനെയാണ് തിരിച്ചു പോയതെന്നത് അതിനെക്കുറിച്ചൊന്നും ആർക്കും അറിയില്ല. ബോസ്, ബോസ്, ആ റോബോട്ട് ഇപ്പോൾ എന്റെ കസ്റ്റഡിയിലുണ്ട്. അതെ അതെ, അവനിവിടെ അനങ്ങാതെ നിൽക്കുക, അതും ഹെൽപ്ലെസ് ആയിട്ട്. വെരി ഗുഡ് ടൊമാറ്റോ, വെരി 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 ഗുഡ്. അവനെയും കൂട്ടി നീ വേഗം ഇങ്ങോട്ട് വരൂ. എനിക്കിനിയും കാത്തിരിക്കാനാകുന്നില്ല. ഇല്ല, അങ്ങനെ ചെയ്യാൻ നിന്നെ ഞാൻ സമ്മതിക്കില്ല. ചുൽബോൾ, അങ്ങോട്ട് പോ. എന്തായി ചെയ്യുന്നത്? മര്യാദക്ക് പോവിടുന്ന്. പോവാനാ പറഞ്ഞത്. വരൂ, ആ കള്ളന്മാരെ നമുക്ക് പിടിക്കണം. എന്നിട്ട് ബാക്കിയുള്ളവരെ എവിടെയാ വെച്ചേക്കുന്നത് കണ്ടുപിടിക്കും വേണം. എന്തായി കാണുന്നത്? വണ്ടി എന്താ ഇങ്ങനെ പോകുന്നത്? നടക്കുന്നേ. ജിന്റു, നീ ഇവിടെ എന്ത് ചെയ്തോണ്ടിരിക്കുക? ഞാനിവിടെ എന്ത് ചെയ്തോണ്ടിരിക്കുക? നീ ഒടുവിൽ എന്നെ ഒന്നും ചെയ്യാനാവാത്ത അവസ്ഥയിലേക്ക് ആക്കിയിരിക്കുകയാണ്. ഇനി ഒരേ ഒരു വഴി മാത്രമേ ബാക്കിയുള്ളൂ. പോലീസ്, പോലീസ്, പ്ലീസ് എന്നെ രക്ഷിക്കൂ. എന്നെ കുറച്ച് പിള്ളേര് പിടിച്ചോണ്ട് പോയി. എന്നെ ഈ പിള്ളേരിൽ നിന്ന് എങ്ങനെയൊന്ന് രക്ഷിക്കേ പോലീസ്. ഇവിടെ പോലീസിന്റെ ആവശ്യമൊക്കെ എന്താ? നിങ്ങൾ പിടിച്ചിരിക്കുന്ന ബാക്കി ആൾക്കാരെ എവിടെയാ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞോ? ആ ബംഗ്ലാവിന്റെ പുറകിൽ വലിയൊരു മുറിയുണ്ട്. അവരെല്ലാരും അവിടെയുണ്ട്. ഇംലി, നമുക്ക് അവിടെ പോയി ബാക്കിയുള്ളവരെ രക്ഷിക്കാം. പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ അവിടുത്തെ വാതിലുകളൊക്കെ തുറന്നു കഴിഞ്ഞു. അവര് തിരിച്ചു വരുന്നതിന് മുന്നേ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം. വരൂ, ഓടിക്കോ.